ഇത് പഴയ കൺസ്ട്രക്ഷനാണ്, അവരുടെ പഴയ ബിൽഡിംഗ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ തോന്നുന്നു. എമിറാത്തിൻ്റെ അവിടെയൊക്കെ കണ്ട പഴയ ആൾക്കാരുടെ ബിൽഡിംഗ് ഇങ്ങനെയുണ്ടാവും. ഇതൊക്കെ കിണർ, ഇവയിൽ കിണർ തോന്നിയ വെള്ളം വരുന്നിട്ടാ. ടൈറ്റാനിക്കിൻ്റെ വണ്ടിയുടെ പേര് റോക്സും ജാക്കും ഉണ്ടായിരുന്നില്ല. ഹായ് ഹലോ അബീബീസ്, നമസ്കാരം. വിഷ്ണുകാന്താണ് ഇവിടെ. അടുത്ത വ്ളോഗിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിദ്യയിലാണ്, അതായത് ഫുജേറ. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടല്ലോ അൽ ബിദ്യ മോസ്ക്, അതേപോലെ ഇതും ബിദ്യയിൽ തന്നെയാണ്. അങ്ങോട്ട് അവിടെ നിന്ന് കുറച്ചൊരു 2-3 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അതായത് ഇവിടെ ഹെറിറ്റേജ് വെഹിക്കിൾസും പിന്നെ നമ്മുടെ മുസ്ലിം കൺട്രിയാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ബൈബിളും കാര്യങ്ങളും, പഴയ ബൈബിളും കാര്യങ്ങളും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ പിന്നെന്തോന്ന് പറഞ്ഞല്ലോ, ഓൾഡ് കളക്ഷൻസ് അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ്, ഒരു ഓൾഡ് കളക്ഷൻ 20 കാർഡ്സും 15 കാർഡ് ഔട്ട്സൈഡ് 45 കാർഡ്സ് ഇതിനുള്ളുണ്ട്. സെക്കൻഡ് മ്യൂസിയം ഓൾഡ് കറൻസി മ്യൂസിയം. ഇമാറാത്ത് ആൻഡ് അതർ കൺട്രീസ് വെരി ഓൾഡ് റയർ കളക്ഷൻസ് കോയിൻസ് ആൻഡ് കറൻസി ആണ് സെക്കൻഡ് മ്യൂസിയം. തേർഡ് മ്യൂസിയം ഇസ്ലാമിക് മ്യൂസിയം, ഇസ്ലാമിക് മ്യൂസിയം. ഖുറാൻ, ബൈബിൾ, അതുപോലെ ബുക്സ് 1000 ഓൾഡ്, അതുപോലെ 500-600 ഓൾഡ് ഹാൻഡ് റൈറ്റിംഗ് ഖുറാൻ, ബൈബിളാണ് തേർഡ് മ്യൂസിയം. ആൻഡ് ഫോർത്ത് മ്യൂസിയം കണ്ടെയ്ൻ ചെയ്തിരുന്നത് ഇമാറാത്ത് ഹൗസ് ഹോൾഡ് ഐറ്റംസ്, യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. പിന്നുള്ളത് ഹെറിറ്റേജ് സ്ട്രീറ്റ്, അതുപോലെ സ്മാൾ ലേക്ക്, ട്രഡീഷണൽ ഇമാറാത്തിൻ്റെ ബിൽഡിങ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇത് മ്യൂസിയം, പഴയ വണ്ടികളുടെ മ്യൂസിയം, ഹെറിറ്റേജ് വെഹിക്കിൾസ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പഴയ വസ്തുക്കളുടെ മ്യൂസിയം. അതിനപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ബൈബിളല്ല ഖുറാൻ, ബൈബിളല്ല കേട്ടോ, ഖുറാനാണ്, ഖുറാൻ്റെ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ തിരിച്ചിട്ട് നിങ്ങൾക്ക് വ്യൂസിലേക്ക് പോവാം. ഇവിടെ കുറച്ച് ലാൻഡ് റോവറൊക്കെ കിടക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ റോൾസ് റോയ്സ് കിടക്കുന്നുണ്ട്, ബെൻസ് കിടക്കുന്നുണ്ട്. നമുക്ക് ആദ്യം റോൾസ് റോയ്സിലേക്ക് തന്നെ പോവാം. ഒന്ന് തൊട്ടപ്പം കാണിച്ച് പെട്ടെന്ന് ബോണറ്റിനകത്തി പോയി വിളിക്കുന്ന ഈ പെണ്ണിൻ്റെ പേരാണ് സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി. ആമാം, സിൽവർ ലേഡിന്ന് சொல்லுவாங்க. ഈ சில்வர் ஷேடோ 1 1965 to 1973 ப்ரொடக்ஷன் லைனில் இருந்திருக்கு. இதே வண்டி சில்வர் ஷேடோ 2ன்னு சொல்லி 1973 to 1918 ப்ரொடக்ஷன் லைனில் இருந்திருக்கு. இந்த வண்டியோட இன்ஜினை பற்றி சொல்லணும்னா 6200cc V8 பவர்ஃபுல் 4 ஸ்பீட் ஆட்டோமேட்டிக் ஹைட்ரோமேட்டிக் ஒரு டிரான்ஸ்மிஷன் தான் இந்த வண்டியில் வந்திருக்கு. அதே மாதிரி இந்த வண்டியோட ப்ரைஸ் பார்த்தீங்கன்னா ஏகദേശம் $20,000 இருந்திருக்கு அந்த ரேஞ்சில். இந்த வண்டி 3 பாடி டைப்பில் வந்திருக்கு. ஒரு 4 டோர் சலூன், 2 டோர் கன்வெர்ட்டபிள் அண்ட் 2 டோர் சலூன். இந்த மூணு சைஸில் இந்த வண்டி லான்ச் பண்ணியிருக்காங்க. ஆப்வியஸ்லி இது வந்து ஒரு லக்ஸரி வண்டி. இதே மாதிரி ஒரு லக்ஸரி வண்டி பக்கத்தாடி இருக்குது, அதை போய் பார்ப்போம். இது மெர்சிடிஸ் பென்ஸ் 300 SCL, ഒരു ഫുള്ളി ലോഡഡ് ലക്ഷറി പെർഫോമൻസ് കാർ. ഫ്രം 1968 to 1972. 1968 ഇറങ്ങിയതിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് കാറായിരുന്നു. 6.3 ലിറ്റർ M100 V8 എഞ്ചിനായിരുന്നു ഈ വണ്ടിയിൽ വരുന്നത്. ഇതും 4 സ്പീഡ് ഓട്ടോമാറ്റിക് തന്നെയാണ്. ഇത് ഇറങ്ങിയ സമയത്ത് ഈ വണ്ടിയുടെ ബോഡി വെയ്റ്റ് സ്പോർട്സ് സെഡാനിന് 2 ടൺ ഉണ്ടായിരുന്നതാണ് ഞാൻ വിക്കിപീഡിയയിൽ കണ്ടത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വണ്ടികൾക്ക് പോവാം. ഈ നിറഞ്ഞു നടക്കുന്ന വമ്പന്മാരെ കണ്ട, ഇതാണ് ലാൻഡ് റോവർ. ഈ വണ്ടി ഒരു 4th ജനറേഷൻ തൊട്ടാണ് ഇപ്പോൾ കാണുന്ന ലക്ഷറി വണ്ടിയിൽ അതുപോലെ ആയി തുടങ്ങിയത്. അതിന് മുമ്പൊക്കെ ഇപ്പോൾ ഈ വണ്ടി കാണുന്നത് നിങ്ങൾക്ക് ലക്ഷറി ആണെന്ന് തോന്നില്ലല്ലോ. അത് സത്യം തന്നെ ലക്ഷറി അല്ല. ഒരു 4th ജനറേഷൻ തൊട്ടാണ് ലക്ഷറി ഫുൾ സൈസ് 4x4 ഒരു SUV ആയിട്ട് ഇറക്കാൻ തുടങ്ങിയത്. ഏകദേശം 1978 കാലഘട്ടത്തിലാണ് ലാൻഡ് റോവർ അതിൻ്റെ മാർക്കറ്റ് കീഴടക്കി തുടങ്ങിയത്. പിന്നെ ഈ വണ്ടി ഒരു ബ്രിട്ടൻകാരനാണെങ്കിൽ പോലും, അതായത് ഈ ബ്രാൻഡ് ജാഗ്വാറും ലാൻഡ് റോവറും ബ്രിട്ടൻകാരനാണെങ്കിൽ പോലും ഇപ്പോൾ ആ വണ്ടി ഉടമസ്ഥത നമ്മുടെ ടാറ്റയുടെ അണ്ടറിലാണ്. ഈ ടാറ്റ ഈ 2 ബ്രാൻഡ് എടുത്ത് തന്നെ ഗുണം നല്ലപോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. അമ്മാതിരി ക്വാളിറ്റിയിലാണ്, സേഫ്റ്റിയൊക്കെ മുൻഗണന കൊടുത്തിട്ടാണ് അവർ വണ്ടി ഇറക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഞാൻ നേരെ ഉള്ളിൽ പോയിട്ട് ഇനിയും കുറച്ചും കൂടി നല്ല പഴയ വണ്ടികൾ കാണാം.
அப்புறத்து ஒரு சைக்கிள் ரிக்ஷா நிற்கிது. அழகாக இருக்குது. நம்ம கேட்டில் வைக்கிற லைட்டெல்லாம் இருக்குது இதில். அது அப்புறம் டீட்டெயில்ஸ் அந்த அளவுக்கு அவங்களுக்கு எனக்கு தெரியல. இது வந்து அமெரிக்கன் மாடல் ஏரோ 1939. நல்ல நீளமான வண்டி. 2 டோர் 2 சீட் தான் அமெரிக்கன் மாடல். இது வந்து V6 இன்ஜின் அந்த காலத்துலேயே வந்துருக்குது. V6 அது சின்ன வண்டியாக இருந்தால் V6 பெருசு. 1927 மாடல். 1927. அப்புறம் இந்த வண்டி பக்காடு V12 இன்ஜின். அது V6, இது V12. 12 சிலிண்டர் ஆனല്ലേ. வண்டி சைஸ் மாதிரி தான் இன்ஜினும். 1939. இது பக்காடு 1939. இது ரோல்ஸ் ராய்ஸ் 1937 மாடல். இது பிளைமூத் பிக்கப் டெக். ഇത് പിക്കപ്പാണല്ലേ. പിക്കപ്പ് മോഡൽ இது 1931. அழகான கலரு. இது சிட்ரோன் 1958. இந்தியாவில் இப்போ புதுசாக 58 ഇത് മറ്റേ ഇതാണ് ഓപ്പൺ ടൈപ്പ് ആണ്. സിട്രോൺ ഡബിൾ സീറ്റ്. ഇത് ഡൈമില്ലർ. ഹെവി വെഹിക്കിൾ ഹെവി വെഹിക്കിൾസ് ஆனால் இது அந்த காலத்தில் அவங்க 32 கார் இறக்கியிருக்காங்க. 32 வண்டியில். இது வந்து பிளைமூத் 1927. இதுக்கு வந்து வீலு உட்டன் வீலு, அதாவது ரெண்டு வீலில் கொடுப்பாங்க. இப்போ 28 எல்லாம் உட்டன் ரிம்மு. 28 டயர் ஃபுல்லாக சாலிடில் தான் கொடுத்துருக்காங்க. சாலிடாக கொடுப்பாங்க. ஹார்டாக இருக்கும். இது வந்து என்ன வண்டினா ரைசலர் 1927 மாடல். மெயின்டைன் பண்ணிருக்காங்க. அப்புறம் இது DKW 1932. சின்ன வண்டி அழகாக இருக்குது. இது 1927. நம்ம டைட்டானிக்கில் வர வண்டி மாதிரியே டைட்டானிக்கின வண்டியில் ஃப்ரேம் எல்லாம் ஃபுல்லு உட்டன் தான். உள்ளே இருக்கிற அந்த ஸ்டேரிங் இன்டீரியர் எல்லாமே உட்டன். டோர் எல்லாம் மெட்டல். ஆனால் உள்ளே இருக்க ஃப்ரேம் எல்லாம் உட்டில் கொடுத்தாங்க. அது ஃப்ரேம் உட்டானே. அதே மாதிரி இதுக்கு வீலும் உட்டு தான். டயர் வந்து சாலிடு. அதான் 1928 வரை வர வண்டிகள் எல்லாமே உட்டில் தான் வீல் ரிம் வந்திருக்கு. டயர் சாலிடு தான் வந்திருக்கு. റോക്സും ജാക്കും ഉണ്ടായിരുന്നു ഇവിടെയാണല്ലേ. ഇത് വുഡാണല്ലേ. ഇത് 1927 சொல்லிட்டேன்ல. ഒക്കെ വുഡാണ്. இதுவும் கிரைஸ்லர் தான். 1928 மாடல். 28 வரை வுட்டு தான். 1928 ക്രൈസ്. இது ஃபோர்டோட நம்ம அம்பாஸ்டர் மாடல் மாதிரியே இருக்குது. ഫോർഡാണല്ലേ. மெட்டல் பாடி 1948. 1948 ഫോർ வந்துருக்குது. கிட்டத்தட்ட பாடியெல்லாம் நல்லா ஸ்ட்ராங்காக இருக்குது. ബോഡിയൊക്കെ ഹെവിയാണ്. അംബാസ്റ്ററിനെ പോലെ. അടുത്ത് വന്നു കഴിഞ്ഞാൽ റോൾസ് റോയ്സിൻ്റെ 37 സിൽവർ ഷാഡോ நான் சொன்னல வெளியே. அதே மாதிரி ஃபஸ்ட் இறங்கின வண்டி. இது 1962 ஷவர்லேயோட கன்வெர்ட்டபிள் டைப்பு. 1967 62 மாடல். 62. 1950. റേഡിയേറ്റർ ക്യാപ്പ് മോളിൽ നിന്ന് തുറക്കണ പോലെയാണ്. பண்ணிக்கலாம். உள்ள இன்டர்கூலர்லாம் அப்போவே வந்துருக்குது. ഇൻ്റർകൂളറൊക്കെ അപ്പം തന്നെ വന്നിട്ടുണ്ട്. ടെക്നോളജി எப்போ ഡെവലപ്പ് ആയിരിക്കും. நம்ம இந்தியாவில் லேட்டாக இருக்குது. 1957 மாடல் ലാൻഡ് റോവർ 1954. நம்ம டாட்டாவோட பிராண்டு. ഇതിലുള്ളതിൽ ഏറ്റവും പ്രായം കൂടിയ ഫോർഡിൻ്റെ ടി. இதுக்கு லீ ஸ்ப்ரிங் எல்லாம் பின்னாடி சிங்கிள் லீ ஸ்ப்ரிங் தான். ஷாக் அப்சரே இல்லை வண்டியில். நல்ல സിംഗിൾ ലീ സ്പ്രിങ്. ഷോക്ക് അബ്സർ ഇല്ല, ലീ സ്പ്രിങ് தான். அதே மாதிரி சாலிட் டயரு. നമ്മളെ ടയറ് കൾട്ടി വീല് മാത്രം. ഇത് റിമ്മിലിருந்து ഇത് ഇങ്ങനെ പറ്റില്ല. അത് നിങ്ങൾ അയച്ചു വെച്ചിരിക്കില്ല. 2 டோர் தான். 2 சீட்டு. ரொம்ப கன்ஜஸ்டடாக உள்ள உட்காருங்க. இதுக்குள்ள ஸ்டார்டர் மோட்டர் கிடையாது பண்டு காலத்தில். அது முன்னாடி இந்த லிவர் கொடுத்துருக்காங்க. இன்ஜின் கிராக். இது மற்ற கிராங்கில் வண்டினாണല്ലേ. அதிலெல்லாம் பார்த்தோமே அந்த மாதிரி. சிங்கிள் ஸ்ப்ரிங் ആണ്. சிங்கிள். இது ஹோனாയിരിക്കും கொடுத்துருக்காங்க. ஹோனு ஃபோர்டோட பழைய வண்டி. நான் ஃபோர்டில் வேலை பார்க்கும்போதெல்லாம் இந்த வண்டியோட பச்சரை வச்சுருக்கோம். இப்போ நம்ம உள்ளே போய் பார்க்க போகிறது UAE அண்ட் அதர் கண்ட்ரிஸோட கரன்சிஸ், ஓல்டு கரன்சிஸ் அண்ட் காயின்ஸ். Which one? بحرين بحرين. في قطر دبي. بحرين بحرين قطر دبي. This is Fujairah. Fujairah they have separate coins. Old one. This is the Emirates. Emirates. This is Emirates old note. This is Bahrain. This is Spain.
Which one? Spain? Oh, Spain 1000 rupees. Sorry, not rupees. The one they take. This is Saudi. Next Saudi. This is of Iraq. Iraq. This is of Djibouti. Egypt. Djibouti. Pakistan. This is Bahrain. Bahrain. This is Canada. Canada. Oh, Canada. This is the Sudan. Sudan. This is the Djibouti. Which one? Djibouti. Djibouti. South Africa. South Africa. Yes. This is the Iran. Iran. Bolivia. Bolivia. This is Azerbaijan. Azerbaijan. Okay. Azerbaijan, which is 50,000. Oh, 5 lakh? 1 million. 1 million. Okay. This of the Mexico. Mexico. These are all old. Huh? This of India. India's new notes. These are. ഇന്ത്യയുടെ പുതിയ നോട്ടുകളൊക്കെ മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നു. That's all right. Thank you very much. റയർ കളക്ഷൻ കറൻസീസ് ആണെന്നോ പറഞ്ഞത് ഇവർ. ഇന്ത്യയുടെ പുതിയത് പോയിട്ട് പഴയത് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓ മൈ ഗാഡ്. സുബ്രു 360. സുബ്രു ഇത്ര ചെറിയ വണ്ടിയായിരുന്നു. പണ്ട് കാലത്ത് ഇത്ര ചെറിയ വണ്ടികൾ ഉണ്ടായിരുന്നു അല്ലേ? ഇത് 4 സീറ്ററാണ്. 4 സീറ്റർ ഇത്ര ചെറുത്. എത്ര കുഞ്ഞ മനുഷ്യന്മാരാണ് വണ്ടി ഉണ്ടായിരുന്നത്. അടുത്ത് നമ്മൾ കടക്കാൻ പോണത് ഖുറാൻ സെക്ഷനിലേക്കാണ്. അതായത് 500,000 വർഷം വരെ പഴക്കമുള്ള ഹാൻഡ് റിട്ടൺ ഖുറാൻ സെക്ഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടക്കണുള്ളിലേക്ക്. ഖുറാൻ. ഓക്കെ. ഗുഡ് ബുക്സ് ഓഫ് ഖുറാൻ. ഇതൊക്കെ പണ്ട് കാലത്ത് ഇത് ലെതറാണിത്. ഇതിന് ഒട്ടകത്തിൻ്റെ ആണോ ആടിൻ്റെ ആണോ എന്നറിയില്ല. ലെതർ. പിന്നെ ഖുറാൻ. ये पुराने सूर्य आए थे, पूरी पुरानी बुक है। पुरानी बुक है. ये क्या चीज़ है? ये मेरे ख्याल से कुछ डोर लगता है। डोर है? इसका मतलब मईत के सामने से लगता है ना, वो बल्ब। ये पानी का शरबत का शरबत का पानी का जग है. जगह है। वो അലാവുദ്ദീൻ്റെ സിനിമയിലൊക്കെ വരില്ല അതുപോലെ ഉണ്ടല്ലേ ജഗ് ഒട്ടിച്ച് വെച്ചിരിക്കുക സെല്ലോട്ടെ പൊട്ട്. उस टाइम के उस दौर के बुक्स है, उस दौर के बुक्स से सब है। अभी डिजाइन में ऐसा बना है, उस दौर के ये रेटिंग दे। उस दौर में डोर के मतलब यानी बिफोर। हाँ हाँ. कितना सीसी AC BC बोल. इधर तो लिखा नहीं है. अच्छा. ഇതൊക്കെ പഴയ സാധനങ്ങൾ. പ്ലേറ്റ് ഇതൊക്കെ ये खाने का प्लेट है. പഴയ പ്ലേറ്റ്. ഖാനെ का പ്ലേറ്റ്. ഇത് പുതിയതാന്ന് തോന്നുന്നു കേട്ടോ. ये पानी का मटका है. ये ऊद का है. ये ऊद है. ऊद. ये ऊद मतलब ऊद. अच्छा പുക വരുന്നത്. ये वाला कुछ रखने का चीज़. रखने का चीज़ सब रखे. ഇത് മറ്റേ ഇത് ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ. ഇത് ചായവാല. ഇത് ചെമ്പായി. ചെമ്പിന് ചെമ്പ് तुमको जानता है ചെമ്പ് क्या है? ये क्या है? കിണർ. ഇവിടെ കിണറിൽ വെള്ളമൊക്കെ വരുന്നുണ്ട്. ഊറിയതാണോ വെള്ളം? ജമീൻ സെ ആത്ത പാനി. ജമീൻ കാ പാനി. UAE കിണർ തോണ്ടിയ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് സ്കൂട്ടാവാം. இப்போ நம்ம வந்திருக்கிறது எமிராத்திஸோட பழைய பில்டிங் கன்ஸ்ட்ரக்ஷன். அதாவது அந்த காலத்து ஆளுகள் நேஷ்னாலிட்டிஸ் தங்கியிருந்த வீடோட கன்ஸ்ட்ரக்ஷன் டிசைனும் அவங்க உள்ளே யூஸ் பண்ணியிருந்த ஐட்டம்ஸும் இதைத்தான் நம்ம இப்போ பார்க்க போகிறோம். அதை நம்ம பார்ப்போம். ഇത് പഴയ കൺസ്ട്രക്ഷനാണ്. അവരുടെ പഴയ ബിൽഡിംഗ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ തോന്നുന്നു. എമിറാത്തിൻ്റെ അവിടെയൊക്കെ കണ്ട ഡിസൈനൊക്കെ കണ്ട അവരെങ്ങനെയുണ്ട്. இப்போ காமிச்ச எல்லா வீடுமே க்ளோஸில் தான் இருக்குது. ஏன்னா டோரெல்லாம் தொட்டா விழுகிற கண்டிஷன். ஏன்னா அவ்வளோ பழைய டோர் எல்லாமே ஜஸ்ட் பில்டிங் கன்ஸ்ட்ரக்ஷன் மட்டும்தான் புதுசாக கட்டியிருக்காங்க. எல்லாமே பழைய ஸ்டைலில். பாக்கி எல்லா ஃபர்னிச்சர் ஐட்டம் எல்லாமே பழசு தான். இனி கொஞ்சம் மேலே போனால் அங்கே ஒரு ரூம் இருக்குது, வீடு இருக்குது, பழைய கன்ஸ்ட்ரக்ஷன் தான் அதுவும். அதுக்குள்ளே அந்த ஓல்டு அவங்க யூஸ் பண்ண ஐட்டம்ஸு ஃபர்னிச்சர் எல்லாமே இருக்குது, டிஸ்பிளே பண்ணியிருக்காங்க. அதை பார்ப்போம். पहाड़ को उसको छत बनाया. पहाड़ को छत बनाया. हाँ हाँ. पहाड़ को छत बना के फिर सामने. ഇത് സത്യമായിട്ട് പഴയ വുഡാണ്. അതായത് പഴയ വുഡിൽ ഇവർ റീകൺസ്ട്രക്ട് ചെയ്തപ്പോൾ ആ പഴയ തന്നെ വെച്ചിരിക്കുകയാണ് അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? ഒന്നുമില്ല. പഴയ മരമാണ്. പഴയ ചത്താവില്ല. അത് എന്തായാലും ഇത് പുതിയ തന്നെ. പണ്ട് അവർ ചിമ്മിണിയൊക്കെ കണ്ട അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പണ്ടത്തെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് ഇത്. ഇപ്പോൾ പുതിയത് ഉണ്ടാക്കിയതാണെങ്കിലും പഴയ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ഡോറൊക്കെ പഴയതാണ്. ഈ പൂര പുരാന സ്റ്റൈലാണ്. നമ്മുടെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലൊക്കെ കണ്ട ബിൽഡിങ്ങുകൾ പോലെ ഉണ്ട് അല്ലേ. എന്താണ് സംഭവം?
ഇതിനുള്ളിൽ ഈ ഓൾഡ് ഹൗസ് ഐറ്റംസ് ആണ്. ഹൗസ് ഐറ്റംസ് ആണല്ലേ, അവരെ പഴയ രീതിയിലുള്ള പഴയ ആൾക്കാരുടെ വീട് ഇങ്ങനെ ഉണ്ടാവുക ഇതിനുള്ളിൽ. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം യൂസ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ പുതിയത് പഴയ കർഷക അവരുടെ ഡിസൈൻ ഉണ്ടാക്കി പഴയ ആൾക്കാർ. അല്ല, ഈ സാധനങ്ങളൊക്കെ പഴയ തന്നെയാണ്. ബിൽഡിംഗ് മാത്രമേ 10 വർഷത്തെ പഴക്കം. ഇതൊക്കെ യൂസിങ്ങിന്റെ ഇതും രീതികളും അങ്ങനത്തെ തന്നെ. സിമെന്റും കാര്യങ്ങളൊന്നും അല്ലല്ലോ പണ്ട്. മണ്ണിലുണ്ടാക്കി ഇപ്പോൾ സിമെന്റ് ജസ്റ്റ് ആൾക്കാരെ കാണിക്കും. ഇപ്പോൾ പണ്ട് ആൾക്കാർക്ക് അവരുടെ വീടൊക്കെ ഈ രീതിക്ക് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ. നിങ്ങൾ വരുന്ന വഴിക്കുള്ള എല്ലാ വീടുകളും അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഡിസൈനാണല്ലോ. അത് ഹാൻഡ് മെയ്ഡ് ഏതാ? കയ്യിൽ സ്റ്റിച്ച് ചെയ്യുന്ന സാധനമാണ്. ആ മെഷീൻ ഉണ്ടാക്കിയത് ഹാൻഡ് മെയ്ഡാ? അത് ഹാൻഡ് മെയ്ഡാണെന്ന് പറയുന്നത്. ചിലപ്പോ നമ്മുടെ പണ്ടത്തെ സ്റ്റെപ്പിന്റെ ഇതല്ല, മറ്റേ കാലം അടിക്കുന്നതല്ല, കയ്യുമ്പോ തന്നെ തിരിച്ചിട്ടുണ്ട്. കയ്യുമ്പോ തന്നെ തിരിച്ചിട്ടുണ്ടാകും. പഴയ പക്ഷെ ഇതൊക്കെ നിങ്ങൾ വെച്ചതായിരിക്കില്ല ആൾക്കാർ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. AC എന്തായാലും ഉണ്ടാവില്ലല്ലോ പണ്ട്. ACക്ക് പകരം യൂസ് ചെയ്തിരുന്ന ബിൽഡിങ്ങിന്റെ ടോപ്പിൽ കാണുന്ന 4 കോർണർ സാധനങ്ങൾ. ഏതാ? ഇതല്ല, പുറത്താണ്. പുറത്ത് ഇത് അർബാബിന്റെ ഫാമിലി യൂസ് ചെയ്തിരുന്ന ഷെയ്ഖ് ഫാമിലിയാണ്. ശരിക്കും ഷെയ്ഖ് ഫാമിലി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ. 20 വർഷം മുമ്പ് യൂസ് ചെയ്തിരുന്നു. സാധനത്തിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ഈ സമയത്ത് ഈ ഡിസൈൻ കുറെ കിട്ടാണ്. ഈ ഡിസൈൻ ഇപ്പൊ കിട്ടാണ്ട്. ആ കോർണർ വൈസ് ഇങ്ങനെ വരുന്ന ഒരു സാധനം ഞങ്ങൾ എല്ലാ ബിൽഡിങ്ങിന്റെ മേലെ. പൂച്ചയുടെ കാത് പോലെ അല്ല, ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്നൊരു സാധനം ഉണ്ടല്ലോ. ഇതാ ഈ സാധനം ഈസ്റ്റ് വൈസ്. ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാറ്റ് 2 ഭാഗത്ത് കഴിഞ്ഞാല് സാധനം ഇങ്ങനെ ഈ 4 മൂല അല്ല, ഇങ്ങനെ മൂല വെച്ചിട്ടൊക്കെ അത് 4 ഭാഗത്തുനിന്ന് കാറ്റ് വന്നു കഴിഞ്ഞാല് ഒരു ഭാഗത്തേക്ക് വരും, ഉള്ളിൽ കറങ്ങുന്നത്. കാറ്റുള്ളിൽ കറങ്ങും. അത് പഴയ AC എന്നാ അറിയപ്പെടുന്നു. അവിടെ മാത്രം ആ റൂമിൽ മാത്രം കിട്ടുന്നതാണ്. അത് ആ ഇതിലേക്ക് മാത്രം. ബിൽഡിങ്ങിന്റെ ശരിയാ, ഇവിടെ ഉള്ള പോലെ തന്നെ അവിടെ അവിടെയൊക്കെ ഉണ്ട് ആ 2 ഭാഗത്തുനിന്ന്. ആ ഹോളിന്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്ക് ഇറങ്ങും. മേലെ ഫുള്ള് കവറിങ് ആവും. ഇങ്ങനെ കയറിയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. ചെറിയ മ്യൂസിയമാണ്, തുടങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ. തുടങ്ങിയിട്ട് 6 മാസമായി, പക്ഷേ ഒരു പ്രോപ്പറായിട്ട് കോവിഡിന് ശേഷം ഇപ്പോൾ തുടങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ. ഇനിയും കുറച്ച് ഡെവലപ്പ് ആവാനുണ്ട്. വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതൊന്നും വെച്ചിട്ടില്ല, അതൊക്കെ വെക്കുന്ന പറയണവർ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ പുതിയ ക്യാമറയിൽ എടുത്ത വ്ളോഗാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അഭിപ്രായം പറയും. അപ്പോൾ ബൈ.